ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീട്ടിലെ വലിയ കിണറാണിത് കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട. മുരിങ്ങയിൽ ഒരു കാറ്റ് വീശിക്കഴിഞ്ഞാൽ അങ്ങനെ വീഴും കേട്ടോ. 2 മുരിങ്ങയാണ്. പിന്നെ ഇതിലുള്ള ചപ്പുകളൊക്കെ നമ്മൾ ഒരുപാട് തവണ കിണർ കഴുകുമ്പോൾ വെട്ടി മണ്ണെണ്ണയൊക്കെ അതിൻ്റെ കമ്പിൽ പുരട്ടി കൊടുത്താലും അതിൻ്റെ അടിവേരോടെ കൊത്തിയെടുത്താലും വീണ്ടും അത് അങ്ങനെ ഉണ്ടാവുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് വട്ടമുണ്ട് നമ്മുടെ കിണർ. അപ്പോൾ അത് ഒരുപാട് തവണയായി വെട്ടുന്നു. 3-4 തവണയൊക്കെ നമ്മൾ ആളെ ഇറക്കി വെട്ടിച്ച് വീണ്ടും അതിലങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. പിന്നെ നമ്മുടെ പച്ചമുളക് കണ്ടില്ലേ, നല്ല കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ ഇങ്ങ് പെയ്തപ്പോൾ ഞാൻ ആട്ടിൻകാഷ്ടം ഇതുപോലെ അടിച്ചെടുക്കുന്നതൊക്കെ കുറച്ച് കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ മഴ കൂടി പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഇങ്ങ് കായ വരുന്നുണ്ട് കേട്ടോ. ഇതിലിടയിൽ പിടിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറ്റാർവാഴ ഈ ഒരു സ്ഥിതിയിലായിട്ടുണ്ട്. അന്ന് ആ മറിഞ്ഞ കാരണം ഇത് കേടുവന്നു കേട്ടോ. ഇനി നല്ലപോലെ ശരിക്കാക്കി എടുക്കണം. പിന്നെ നമ്മുടെ വഴുതന പാകി വെച്ചത് മുളച്ചിട്ടുണ്ട്. കുറച്ച് തൈ വഴുതന മുളച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടെ വലുതായിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് നടണം. അതല്ലാതെ നമ്മുടെ ഉള്ളിൽ നട്ട് കഴിഞ്ഞപ്പോൾ ഇത് വലുതായതുകൊണ്ടാണ് കേട്ടോ. അതല്ല ചെറുതാണെങ്കിൽ കോഴികളൊക്കെ ചെനക്കി പെറുക്കി ഇതാവുമ്പോൾ എല്ലാം പോവും. അപ്പോൾ ഇത് കുറച്ച് വലുതായതുകൊണ്ട് പിന്നെ കോഴികളൊന്നും അങ്ങനെ കേടുവരുത്തുന്നില്ല. പിന്നെ നമ്മുടെ സുന്ദരിയുടെ മെയിനായിട്ടുള്ള തീറ്റയാണ് ഈ മുരിങ്ങയില. അപ്പോൾ നമുക്ക് പോകാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മുരിങ്ങയില കുറച്ചങ്ങ് പൊട്ടിക്കും, കൊണ്ടുപോയി കൊടുക്കും. ചില സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തീറ്റ എടുക്കാം വെയ്യെന്ന് തോന്നും. പിന്നെ നമ്മുടെ കോവലിൻ്റെ വള്ളി കണ്ടില്ലേ, കറിവേപ്പിലയുടെ തൈ മുഴുവൻ ഇപ്പോൾ കോവലിൻ്റെ വള്ളി അങ്ങ് പടർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് വലിച്ചിടണം. എന്ന് വെച്ചാൽ ഒരുപാട് കോവൽ അതിനിടയിൽ കൂടെയൊക്കെ ഓരോന്ന് ഉണ്ടാവുന്നുണ്ട് കോവക്ക. പക്ഷേ എന്നാലും അങ്ങ് ചപ്പ് പോലെ ആയിട്ടുണ്ട്. പിന്നെ വേപ്പില പോകുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കോഴികൾ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്പോഞ്ച് ഇവിടെ വെച്ചിട്ടുള്ളത്. പക്ഷെ അവർ മതിലിൽ കയറിയിട്ട് അപ്പുറത്തോട്ട് പോയി ചാടും. പിന്നെ നമ്മുടെ അനങ്ങന്മല കണ്ടില്ലേ, ചെറുതായിട്ട് മഴ മൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ അനങ്ങന്മല നമ്മുടെ ഫ്രണ്ട് വശത്തുള്ളതാണ് കേട്ടോ വീടിൻ്റെ. പിന്നെ നമ്മുടെ സുന്ദരി ഇതേ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ച് തീറ്റ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ ഞാൻ താഴെ പറമ്പിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. മൂപ്പത്തിയേക്ക് വലിയ പിടുത്തൊന്നുമില്ല. അതിലങ്ങനെ തിരഞ്ഞിട്ടാണ് കഴിക്കട്ടോ. ഈ ഒരു വള്ളി ഇത് കണ്ടില്ലേ ഇല, അതൊക്കെ ആദ്യം അവൾ നല്ലപോലെ കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കഴിക്കില്ല. തിരഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ കഴിക്കാറ്. പക്ഷേ അതുകൊണ്ട് എന്താ നമുക്ക് ബുദ്ധിമുട്ടാണ്. മറ്റേത് നമ്മൾ എന്തെങ്കിലും കൊടുന്നു കൊടുത്താലും അവർ കഴിക്കുകയാണെങ്കിൽ വയറ് നിറയുകയും ചെയ്യും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ കുറച്ച് പുല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ആടുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുല്ലുണ്ട്. അപ്പോൾ അതേതാണെന്ന് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പുല്ലെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കണം. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ വക ഒരു സപ്പോർട്ട്, അത് ലൈക്ക് ചെയ്യുക. പിന്നെ ആട് കർഷകരായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ പല പുല്ലും കൂട്ടി അരിഞ്ഞതാണ്. പിന്നെ നമ്മുടെ ഇവിടെ പറഞ്ഞാൽ അവിടെ കുറച്ച് പശുക്കൾ കൊടുക്കുന്ന ആ ഒരു പുല്ലുണ്ടല്ലോ, പശുക്കൾക്ക് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടൊന്നല്ല, പക്ഷേ ആ ഒരു ഇളം പുല്ല് അത് നല്ല കഴിക്കുന്നുണ്ട് കേട്ടോ. ആട് നല്ലപോലെ കഴിക്കും. ഇപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത് മാത്രമേ കഴിക്കുള്ളൂ. അതിന് വേറെ ഒന്നും കഴിക്കില്ല. എന്ന് വെച്ചാൽ അതാ വെറും പുല്ല് കാർന്ന് ഇങ്ങനെ പശുക്കൾ തിന്നുന്ന ആ ഒരു തരം പുല്ല്. പിന്നെ നമ്മുടെ മുഞ്ഞയില കണ്ടില്ലേ, നല്ല ഇതായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പരന്നിട്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു കയറെടുത്ത് അങ്ങനെ കെട്ടി വെച്ചതാണ്. അപ്പോൾ ഇത് നമ്മുടെ ആട് ഇഷ്ടമുള്ള ഒരു തരം കേട്ടോ, പുല്ലുവർഗ്ഗം. അപ്പോൾ ഈ ഒരു ഇല കണ്ടില്ലേ, അതിൻ്റെ തണ്ടും അത് ചെറുതായിട്ട് ഇങ്ങനെ നൂർന്നിട്ട് വള്ളി പോലെ അങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ ഒരുപാട് നീളത്തിൽ പോകുന്നൊന്നുമില്ല. ഇതാണ് കേട്ടോ ആ ഇല. ഞാൻ വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്കത് കൂട്ടത്തിൽ അരിഞ്ഞുകൊണ്ട് വരാം. അതിൻ്റെ തണ്ടും ഇലയും കൂടി കഴിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ അത് കൂടുതലില്ല കേട്ടോ. പുല്ലിനിടയിലൂടെ ചെറുതായിട്ടൊക്കെ ഓരോ തൈ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ സുന്ദരിക്കൊക്കെ പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ അത് പെറുക്കിയിട്ട് അതിൽ നിന്ന് ആദ്യം കഴിക്കൂട്ടോ. അപ്പോൾ അത് ആടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കും ആടുകൾക്ക് കൊടുക്കാൻ ദഹനക്കേട് പ്രശ്നമൊന്നും. അപ്പോൾ ഇപ്പോൾ ഒരു 8:45 കേട്ടോ. നമ്മുടെ സുന്ദരിക്ക് വെള്ളം കൊടുത്തു. പിന്നെ നമുക്കുള്ള ചോറ് ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെയാണ് കേട്ടോ, ചോറ് വേവിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ആ കഞ്ഞിവെള്ളത്തിൻ്റെ പശ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പിന്നെ ചോറ് ഊറ്റിയിട്ട് അങ്ങനെ ഒരു പാത്രത്തിലോട്ട് അങ്ങനെ ഇടും വെള്ളം വാർത്തിട്ട്. പിന്നെ അവൾക്ക് ദഹനക്കേട് എന്താണെന്നറിയില്ല, കുറേ ആയി അവൾ വെള്ളം കുടിക്കാനും മടി, അതുപോലെ തീറ്റ എടുക്കാനും മടി, കുറേശ്ശെ മാത്രം കഴിച്ചിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഇത് അയമോദകം ഇതാക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കുറച്ചെടുത്തിട്ട് രാവിലെ കൊടുത്തു. അയമോദകം വറുത്തിട്ട് കഷായം വെച്ചിട്ട്, അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അയമോദകം നന്നായിട്ട് വേവിച്ച് ആദ്യം ഒന്ന് വറക്കുക, ചട്ടി ചൂടാക്കിയിട്ട് വറുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് അയമോദകം ഇടുക. അത് നമുക്ക് 1 ടീസ്പൂണോ, ഞാനിതിലൊരു 2 ടീസ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് അവൾക്ക് ഉച്ചക്കും കൊടുക്കണം. ഇനി രാവിലെ കൊടുത്തു ഇതിൻ്റെ പകുതി കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1/2 ഗ്ലാസ് ആവോളം നല്ലപോലെ തിളപ്പിച്ചു. അതിന് കുറച്ചെടുത്തിട്ട് രാവിലെ കൊടുത്തു. കഞ്ഞിവെള്ളം കൊടുക്കുന്നതിൻ്റെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും വയറിന് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ,
ചിലപ്പോൾ ഗർഭിണി ആയതുകൊണ്ടായിരിക്കും അവൾക്കിപ്പോൾ വെള്ളം കുടിക്കാൻ നല്ലപോലെ മടിയാണ്. അതിനി ഉച്ചക്ക് കൊടുക്കണം. ബാക്കി പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുടിക്കില്ല. ആകെ കുറച്ച് വെള്ളമേ കുടിക്കുള്ളൂ. പിന്നെ നമുക്ക് ഉലുഹിയത്തിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ബീഫ്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക, കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെക്കണം. പിന്നെ ഇതിലേക്ക് ഇന്ന് രസമോ അതല്ലെങ്കിൽ മുരിങ്ങക്കറിയോ വെക്കണം കേട്ടോ. അതാണ് ഇന്നേക്ക് നമുക്ക് ഉച്ചക്കുള്ളത്. അപ്പോൾ സുന്ദരിയെ ഇന്നലെ കൊണ്ടുപോയിട്ടില്ല. ഇന്നലെ പെരുന്നാളായതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലൊക്കെ പോയി വന്ന്. ഞാൻ മിനിഞ്ഞാന്ന് തന്നെ പോയപ്പോൾ കുറച്ച് കൂടുതൽ പുല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ വൈകുന്നേരം വന്നിട്ട് കൊടുത്തു. വീട്ടിൽ പോയിട്ട് വന്നു. രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നു. ഇനിയിപ്പോൾ ഇന്ന് അവളെപ്പോൾ കൊണ്ടുപോകാറില്ല. കുറച്ച് ദിവസമായിട്ട് അവളെ കൊണ്ടുപോകാറില്ല. എന്ന് വെച്ചാൽ അവിടെ വെള്ളച്ചാൽ പോകുന്നുണ്ട്. ആ വെള്ളത്തിൽ കൂടെ പിന്നെ ഇറങ്ങി കയറില്ല. അപ്പോൾ അത് കാരണം അവളെ ഇപ്പോൾ പറമ്പിലോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് പുല്ലെടുത്തുകൊണ്ട് വരികയാണ്. ഇന്നിപ്പോൾ പുല്ലില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പുല്ലെടുത്തുകൊണ്ട് വരണം. കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വൈകുന്നേരമാണ് ഞാനും മോളും പോകാറ് കേട്ടോ. രാവിലെ ആകുമ്പോൾ അടുക്കള ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവളെ കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ പോയിട്ട് പുല്ലെടുത്തിട്ട് വരും. പിന്നെ ഉണ്ടെങ്കിൽ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പോകും. അതല്ലെങ്കിൽ പുൽത്തൊട്ടി തുറക്കാറില്ല. എന്തെന്ന് വെച്ചാൽ നമ്മൾ പോയി കഴിയുമ്പോൾ നായകളെ ഭയങ്കര ശബ്ദവും ഇതും കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് പുൽത്തൊട്ടി തുറന്നിട്ട് പോയാൽ പിന്നെ പേടിയാണ്. എന്ന് വെച്ചാൽ നായ പട്ടി വന്നു കഴിഞ്ഞാൽ കൂട്ടിലോട്ട് അങ്ങോട്ട് കയറാം പുൽത്തൊട്ടി തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് തുറന്നിടാതെ അങ്ങനെ പോവും. പിന്നെ വന്നിട്ട് അവൾക്ക് പുല്ല് കൊടുത്തിട്ട് കുറച്ച് സമയം മുറ്റത്തൂടെ വിടുകയും ചെയ്യും കേട്ടോ. അത് അവൾക്കൊരു സന്തോഷമാണ്, നമുക്കും. അപ്പോൾ നിങ്ങൾ ആടുകൾക്ക് പുല്ലെടുക്കുമ്പോൾ ചിലർ വള്ളിപ്പുല്ല് മാത്രമേ കൊടുക്കാറുള്ളൂ, ചിലർ പ്ലാവില മാത്രമേ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഒന്നും കൊടുത്തിട്ട് ശീലിപ്പിക്കരുത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഏറ്റവും ഇഷ്ടമുള്ള പുല്ല് കേട്ടോ. അതൊരു പുല്ല് ആയിട്ട് വെച്ചാൽ കുറച്ചൊരു വലിപ്പമുള്ള ഇലയാണ്. ഇതിന് നിങ്ങൾക്ക് കാണാമല്ലോ, ആ ഒരു ഇത് കണ്ടില്ലേ, അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കൂട്ടത്തിൽ അങ്ങനെ അരിഞ്ഞിട്ട് ചെറുതാവുമ്പോഴേ എല്ലാം ശീലിപ്പിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ പുല്ല് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇലകൾ കഴിക്കില്ല. ഇല മാത്രം കൊടുത്ത് ശീലിച്ചാൽ പിന്നെ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ വള്ളിപ്പുല്ലുകളൊന്നും കഴിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെറുതിലെ ആടുകൾക്ക് കെട്ടിത്തൂക്കി കൊടുക്കുമ്പോൾ എല്ലാം കൂടി അങ്ങ് മിക്സ് ആക്കിയിട്ട് കെട്ടിത്തൂക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ എല്ലാം കഴിച്ചങ്ങ് ശീലം ആയിക്കോളും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്